ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മൾ വിൻ്റർ ജാക്കറ്റും ബൂട്ട്സ് എല്ലാം വാങ്ങാൻ ഫ്രാങ്ക്ഫർട്ടിൽ പോവുകയാണ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് 11 മണിക്കാണ് ട്രെയിൻ. ഞാനിപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളും ഷോപ്പിങ്ങൊക്കെ കാണാൻ വീഡിയോ മൊത്തം കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ. ഇത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഡെക്കറേഷൻസ് ആണ്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാവും. എനിക്കൊരു 10 മിനിറ്റ്സ് നടന്നാൽ മതി ഈ ട്രെയിൻ സ്റ്റേഷനിലേക്ക്. അവിടെ 3 ഫ്രണ്ട്സ് വരും. നമ്മൾ 4 പേരും കൂടെയായിട്ടാണ് ഫ്രാങ്ക്ഫർട്ടിൽ പോണത്. ഓക്കെ, ഞങ്ങളപ്പോൾ പോവുകയാണ്. ബാക്കി 2 പേര് ലേറ്റായി. പക്ഷേ ട്രെയിൻ എടുക്കണതിന് തൊട്ട് മുന്നേ അവരെത്തിയായിരുന്നു. ഇവളാണ് ലേറ്റ് കമർ 1 റിട്ടി. ഇവൾ വൈകിയത് എന്താണെന്നുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് 1.5 hours ട്രാവലുണ്ട് ഫ്രാങ്ക്ഫർട്ടിലേക്ക്. പിന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് ID ഉള്ളതുകൊണ്ട് റീജിയണൽ ട്രെയിൻസിൽ ക്യാഷ് ആവില്ല ഇൻ ദ സെൻസ് നമ്മുടെ കോളേജും ഫ്രാങ്ക്ഫർട്ടും സെയിം സ്റ്റേറ്റിലാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി. ബസ്സസിലും റീജിയണൽ ട്രെയിൻസിലും. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തി. നമുക്കിനി വേറൊരു ട്രെയിനും കൂടെ കയറണം. അത് ബട്ട് 10-15 മിനിറ്റ്സിൽ നമ്മളവിടെ എത്തും. അവിടെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സസും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനാണ് പ്ലാൻ. അത് യുബാനിലാണ് ഇനി കയറേണ്ടത്. അപ്പോൾ നമ്മളിനി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തോട്ട് നടന്ന് പോണു. അങ്ങനെ ട്രെയിൻ വന്നു. നമ്മളതിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ 10-15 മിനിറ്റ് എടുത്തുള്ളൂ. ഞങ്ങളവിടെ അപ്പോഴത്തേക്ക് എത്തി. പോയിട്ട് വരാൻ ഇവിടെ ഫുൾ സെറ്റാണ്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ കുറേ കടകളുണ്ട്. നമ്മൾ എവിടെ കയറും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഫസ്റ്റ് ജാക്കറ്റ് വാങ്ങണോ ബൂട്ട്സ് വാങ്ങണോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫൈനലി നമ്മൾ ബൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഡേഷ്മാനിലെത്തി. കയറി ഷൂ വാങ്ങാൻ. ബ്ലാക്ക് വീക്ക് 50% ഓഫ്. നമ്മളിപ്പോൾ ഈ ഷൂ ആണ് വാങ്ങിയത്. തൃപ്തിയാണ് കാരിയർ. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഷൂ വിൻ്റർ ബൂട്ട്സ്. ഇഷ്ടപ്പെട്ടു. ഞാൻ വോയിസ് ഓവർ എടുത്തോളാം. അവിടെ ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് സെയിൽ പ്രൈസിനാണ് കിട്ടിയത്. 25 euros ആയുള്ളൂ ഈ ബൂട്ട്സിന്. എത്ര പെർസെൻറ്റേജ് ഓഫായിരുന്നു ഞാൻ മറന്നു എത്രയാണെന്ന് കറക്റ്റ്. അങ്ങനെ നമ്മൾ ബൂട്ട്സ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സോ ഞങ്ങൾ നെക്സ്റ്റ് സലാൻഡോയിൽ ജാക്കറ്റ് നോക്കാൻ പോവാണ്. അല്ല കുട്ടി? ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ പ്രൈമാർക്കിൽ പോകുന്നതാണ്. പിന്നെ എല്ലാ കടയിലും പോകും. പക്ഷേ കയറാൻ കാശ് വേണ്ടി. അതെ അതെ. കൊല്ലുന്നെ എന്നെ ആ സെക്ഷനിലേക്ക് വിടരുത് കേട്ടോ. സെയിലായതുകൊണ്ട് നമുക്ക് പ്രോപ്പർ സൈസിനുള്ളതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ എസ്സും സ്മോളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്ക് ഔട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രൈമാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ പോലെ ഇവിടുത്തെ ഒന്നാണ് പ്രൈമാർക്ക്. എല്ലാത്തിനും റേറ്റ് കുറവ് കമ്പാരിറ്റീവ്ലി പ്രൈമാർക്കിലാണ്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇവിടെ നിന്നൊക്കെയാണ് മുതലാവുള്ളൂ. അങ്ങനെ പ്രൈമാർക്കിൽ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറണത്. കുറേ പറഞ്ഞും റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ പ്രൈമാർക്കെന്ന്. അങ്ങനെ ഇവിടെ കയറി നമ്മൾ ഓരോ സെക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്ത നാട്ടിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ക്രിസ്മസ് റിലേറ്റഡ് ഐറ്റംസൊക്കെ നമ്മളവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അങ്ങനെ അതെല്ലാം ബില്ല് ചെയ്ത് നമ്മളവിടെ നിന്ന് പയ്യെ ഇറങ്ങി. പിന്നെ ഇവിടുത്തെ മുകളിലത്തെ ഫ്ലോറിൽ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയി ജാക്കറ്റ്സ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ടീം കൂടെ മുകളിലോട്ട് പോന്നു.
എന്നിട്ട് നമ്മൾ കുറച്ച് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് നോക്കി, റിട്ടി ഇട്ടേക്കണം മോഡൽ തന്നെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പിക്സൊക്കെ എടുത്തു. ബട്ട് എനിക്ക് കുറച്ച് ലൂസായിരുന്നു. ഈ ഇതിൽ കണ്ടാൽ മനസ്സിലാവും, താഴെ ഭാഗമൊക്കെ നല്ല ലൂസായിരുന്നു. അവൾ പറഞ്ഞു അത്ര ലൂസായിട്ട് എടുക്കേണ്ടെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് കടകളിൽ വേറെ കയറി, ചുമ്മാ ഡ്രസ്സും പുതിയ ഡ്രസ്സസൊക്കെ കാണാൻ വിചാരിച്ച്. പിന്നെ ഫൈനലി ന്യൂയോർക്കറിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. നമ്മൾ പിന്നെ ഈവനിങ് ആയി തിരിച്ച് പോരാമെന്ന് വിചാരിച്ച് താഴത്തോട്ട് ഇറങ്ങി. അങ്ങനെ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നടന്നപ്പോൾ ഈ വലിയ ടെഡീനെ കണ്ടു. എല്ലാവരും വന്ന് വീഡിയോയും പിക്സൊക്കെ എടുക്കണ്ടായിരുന്നു. എനിക്കും എടുക്കാൻ തോന്നി. എന്നിട്ട് ഞാനും പോയി എടുത്ത്. ഇത് ഇങ്ങനെ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ, അവർക്ക് കാശ് കിട്ടലോ ആവും, എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അങ്ങനെ പിക്കും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടേക്ക് ചെന്നു. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാ മെനു ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്താണെന്ന് ആദ്യം തന്നെ നോക്കി. ഇവിടുത്തെ റേറ്റ് കണ്ടിട്ടാണ് സഹിക്കാൻ പറ്റാത്തത്. നമ്മുടെ നാട്ടിലൊക്കെ 100 എങ്ങനെ പോയാലും മാക്സിമം ഒരു 200-നുള്ളിലൊക്കെ ഷവർമ്മ കിട്ടുമല്ലോ. ഇവിടെ തുടങ്ങുന്നത് തന്നെ 7.5 യൂറോ 8 യൂറോനൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ്. അങ്ങനെ നമ്മളെല്ലാവരും 4 ഷവർമ്മ ഓർഡർ ചെയ്തു. നമ്മൾ അകത്തന്നെ, പുറത്ത് തണുപ്പായതുകൊണ്ട് അകത്തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അകത്തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ഷവർമ്മ കിട്ടി. എൻ്റെ ജർമ്മനിയിൽ വന്നിട്ട് ഫസ്റ്റ് ഷവർമ്മയാണ്. നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും ഒരു സന്തോഷം. ഷവർമ്മയൊക്കെ കുറേ നാൾ കൂടി കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും. അങ്ങനെ തിരിച്ച് വീണ്ടും ട്രെയിൻ കയറി. നമുക്കിനി ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്നാണ് ഡയറക്റ്റ് ഫുൾ ഡേയിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ കയറി നമ്മൾ. എല്ലാവരും നല്ല ടയേർഡൊക്കെ ആയിരുന്നു, കാരണം രാവിലെ തന്നെ ഇറങ്ങിയതാണല്ലോ. പിന്നെ കുറേ നടന്നു, കുറേ കടകളിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ രസമായിരുന്നു, ബട്ട് ടയേർഡായി. ജാക്കറ്റും ബൂട്ട്സും വാങ്ങാനാണ് ഞാൻ പോയത്. ബട്ട് ജാക്കറ്റ് കിട്ടിയില്ല. സൈസിനുള്ള സെയിലായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. വലിയ വലിയ സൈസസിലേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും രസമുണ്ടായിരുന്നു, നല്ല ദിവസമായിരുന്നു നമ്മൾ ഇവിടെ വന്നിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയത്. നമ്മൾ 10:30 ആയപ്പോഴത്തേക്കാണ് അവിടെ ട്രെയിൻ സ്റ്റേഷനിലെത്തിയത്. കറക്റ്റ് അതേ സമയത്തിന് തന്നെ ബസ് ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് ബസ്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബസ്സില്ല, നടന്നു പോകേണ്ടി വരും അത്രയും ദൂരം. അതുകൊണ്ട് അവർ ഓടുന്നതാണ്. എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഉണ്ട്. ആ ഓട്ടാണ് കാണുന്നത്. അങ്ങനെ ഷോപ്പിംഗ് വ്ലോഗ് കഴിഞ്ഞ് ബസ് കിട്ടാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത വ്ലോഗിൽ കാണാം.